അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ 99% സ്വർഗവാസിക്കൊണ്ട് ഒരുക്കി വെച്ചതാണ്. അല്ലങ്ങനെ അവൻ സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കും. അത് അള്ളാഹുവിന്റെ ഒരു താല്പര്യമാണ്. എന്തുകൊണ്ട്? അവന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചു. അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്. അവനല്ലാതെ ഒരു ദൈവവുമില്ല. ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇതാണ്. അള്ളാഹു അല്ലാത്തൊരു ദൈവമല്ലാന്ന് അംഗീകരിക്കണം. കാരണം ഇല്ലല്ലോ. അള്ളാഹു അല്ലാത്ത ഒരു ദൈവമില്ല എന്ന് അംഗീകരിക്കൽ ഒരു പക്ഷപാതിത്വമല്ല, അത് വസ്തുതയല്ലേ. ഇപ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, 10 മണിയായി എന്ന് പറഞ്ഞാൽ അതിൽ സത്യല്ലേ? അത് പറയുമ്പോഴത്തേന് രാത്രി കോപ്പിക്കുമോ എന്ന് നോക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ പറഞ്ഞാൽ അത് രാത്രിക്ക് വിഷമാവില്ലേ? ആയിക്കോട്ടെ, രാത്രിയല്ലല്ലോ. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. മുക്കത്തെ ഇമാമ ഇവിടെ വന്നു കയറിയപ്പോൾ ഒരാൾ ചോദിച്ചു, ഇയാൾ മക്കത്തെ ഇമാമല്ലേ? അപ്പൊ ഒരാൾ പറഞ്ഞു, അല്ല, മക്കത്തെ ഇമാമല്ല, ഇയാൾ മുക്കത്തെ ഇമാമാണ്. അതിലെന്ത് തെറ്റുള്ളത്? അയാളെ നിന്ദിക്കലാണോ? അയാളല്ലല്ലോ. മനസ്സിലായില്ല? മുക്കത്തെ ഇമാമൊക്കെ ഇവിടെ പരിപാടിക്ക് വരപ്പോഴും വരാനുണ്ട്. മുക്കത്തെ ഒരു ഇമാമ ഇവിടെ പരിപാടിക്ക് വന്നു. അപ്പൊ ആരോ അയാളെ തലയെക്കെട്ടും തൊപ്പിയും താടിയും അയാളെ നീളക്കുപ്പായൊക്കെ കണ്ടപ്പോ ചോദിച്ചു, ഇയാൾ മക്കത്തെ ഇമാമാണോ? അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞേ? മക്കത്തെ ഇമാമല്ല, ഇയാൾ മുക്കത്തെ ഇമാമാണ്. സത്യത്തിൽ ഒരു 10 റമ്മിന്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ലോകം മാറി. പറഞ്ഞ മനസ്സിലായോ? മക്ക എന്ന് പറഞ്ഞാൽ മീമിന് ഫതഹാണ്, മുക്കം എന്ന് പറഞ്ഞാൽ മീമിന് നമ്മാണ്. അത്ര വ്യത്യാസമുള്ളൂ, പക്ഷെ ലോകം എത്ര മാറി. അപ്പോൾ ഒരാളെ എന്ത് ചെയ്ത്, ഇയാള് മക്കത്തെ ഇമാമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരാള് ബേജാറായി. എന്ത്, ഞാനല്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു വിഷമം വരുമോ? അപ്പൊ നമ്മൾ മക്കത്തെ ഇമാമാണ് അങ്ങനെ പറഞ്ഞാൽ തെറ്റല്ലേ? അതിലെന്ത് പ്രശ്നമല്ലേ? മക്കത്തെ ഇമാമാണ് എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത്? മക്ക മുക്കം വലിയ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അയാള് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിലെന്ത് തെറ്റാണുള്ളത്? അതിലെന്താണ്? അയാൾ കോപിച്ചാലോ? യാഥാർത്ഥ്യത്തിനെ മേലെ അയാൾ കോപിക്കുകയാണെങ്കിൽ കോപിച്ചോട്ടെ, അതിനെന്താ പ്രശ്നമുള്ളത്? സത്യം അംഗീകരിക്കുന്നവർക്കാണ് സ്വർഗം. ഏറ്റവും വലിയ സത്യം, പ്രപഞ്ചത്തിനൊരു നാഥൻ വേറെ ഇല്ല എന്നുള്ളതാണ്. സർവേശ്വരനായ തമ്പുരാൻ മാത്രമാണ്, വേറെ ആരുമില്ല. അവനെ അല്ലാഹ് എന്ന് വിളിക്കാം. നീ അല്ലാത്ത ഭാഷയിൽ അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? ഒരു അറബി ഭാഷ മാത്രമൊന്നല്ലല്ലോ, എത്രയോ ഭാഷ ഉണ്ട്, അവിടെയൊക്കെ അള്ളാഹ്ക്ക് നാമുണ്ട്. അവൻ സർവേശ്വരനായ രക്ഷിതാവായ അള്ളാഹുവാണ്. ഇത് സത്യമാണ്. ഇതാണ് അതിന്റെ മർമ്മപ്പെട്ട അടിസ്ഥാനം. അതിലിനി ഒരാൾ ദേഷ്യപ്പെടട്ടെ, സത്യല്ലേ? മനസ്സിലായില്ല? പറഞ്ഞ അതിലെന്ത് പ്രശ്നമുള്ളത്? അതിനെന്താണ് ബേജാറ്? അതെങ്ങനെ പക്ഷപാതിത്താവുക? ഇതാണ് പ്രപഞ്ചത്തിന്റെ സത്യം. അത് നിങ്ങൾ അല്ലാഹ് പറയാം. ഇനി അതല്ല, അവൻ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും പേര് നിങ്ങൾ കണ്ടെത്തി അത് പറയാം. ഒരാൾക്ക് അയാൾ ഇഷ്ടപ്പെട്ട പേര് വിളിക്കലായിരിക്കും ആ ആളുടെ ഇഷ്ടം. മനസ്സിലായോ പറഞ്ഞത്? നമ്മളായി ഒരു പേരുണ്ടാക്കേണ്ട. ആ ആൾ വേറെയും പേര് വെച്ചിട്ടുണ്ടാവും. കാരണം എത്രയോ സന്ദേശങ്ങൾ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്. اللهم إني أسألك بكل اسم هو لك سميته على نفسك وأنزلته في كتابك وعلمته أحدا من خلقك أو استأثرت به في علم الغيب عندك. അല്ലാഹുവേ, ഏതെങ്കിലും ഒരു നബിക്ക് നീ അറിയിച്ചൊത്ത നാമം ഉണ്ടാവും. അല്ലാഹ്, അതാണ് ഏറ്റവും നല്ല നാമം. നീ വേറെ നാമം ഉണ്ടാവും. അല്ലെങ്കിൽ ആർക്കെങ്കിലും നീ ഇറക്കി കൊടുത്ത നിന്റെ നാമം ഉണ്ടാവും. ഏത് നാമം പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഇൽമുൽ ഗൈബിൽ നീ തന്നെ തിരഞ്ഞെടുത്ത നിന്റെ നാമം ഉണ്ടാവും. അതായാലും മതി. ഏത് നാമം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അല്ലാഹ് എന്തോ ആവാം.
അവന് ഇഷ്ടപ്പെട്ട നാമമായിരിക്കണം, അതിനെ തെളിവ് വേണം. ഇത് അവൻ ഇഷ്ടപ്പെട്ടവന്റെ നാമമാണ്, അതിന് തെളിവ് വേണം. മനസ്സിലായില്ലോ പറഞ്ഞത്? അവനല്ലാത്തവർ ഇലാഹില്ല എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റുള്ളത്? അതുകൊണ്ടാണ് എന്ത് വന്നത്? മിഫ്താഹുൽ ജന്നത്തി ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവേശ്വരനായ ദൈവമല്ലാതെ വേറൊരാളില്ല എന്ന് പറയൽ സ്വർഗത്തിന്റെ താക്കോലാണ്. പേരുകൾ എന്ത് വിളിച്ചാലും മതി, അത് പ്രശ്നമുള്ള കാര്യമല്ല. എന്ത് വിളിച്ചാലും മതി, ഇത് അടിസ്ഥാനമാണ്. കാരണം എന്തുകൊണ്ട്? അവൻ്റെതായ ലോകത്ത് അവന്റെ എല്ലാം എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് അതിനെന്ത്? അതാ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ദാറുൽ ഖുർആൻ എന്നാൽ റഹ്മത്തുള്ള ഖാസിമി അയാൾ പറഞ്ഞു, ക്ലാസ് എടുത്തും എല്ലാം ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ അതതിന്റെ ശരിയാണ്, അല്ലാഹുവിന്റെ തൗഫീഖ്. അതേ സമയത്ത് ഇത് വേറെ ആളുകളാണ് നടത്തുന്നത്, ഇതിൽ വേറെ ആളുകളും നടത്താനുണ്ട്, ഇയാളിങ്ങനെ നടക്കുന്നേ ഉള്ളൂ, അതെന്ത് കളവല്ലേ? അത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും എന്ന് പറയും. എന്നതുപോലെയല്ലേ എന്ത് ദാറുൽ ഖുർആനിൽ വന്നു നിന്നിട്ട് ഒരാൾ പറയാ ഖാസിമി ഇവിടെ ഒന്നും ആരുമല്ല, ഇതൊക്കെ വേറെ ആളുകളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, എന്റെ ഭൂമിയിൽ ഞാൻ നടത്തുന്ന അള്ളാഹിന്റെ തൗഫീഖിനാണ് നടത്തുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് നിൽക്കാം എന്നിട്ട് പറയാ ഇവിടെ ഖാസിമി ആരും അല്ല, ഇവിടെ വേറെ ആളുകളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ. എന്നതല്ലേ അള്ളാഹിന്റെ ഭൂമിയിൽ വന്ന് നിൽക്കുക എന്നിട്ട് പറയാ ഇവിടെ അള്ളാഹ് ആരും അല്ല, എന്തല്ലാ ഇവിടെ ഇന്ന ദൈവമാണ്, മറ്റേ ദൈവമാണ്, അവൻ ദൈവമാണ്. എന്താ അർത്ഥമുള്ളത്? അതിലെന്ത് മയനയുള്ളത്? മനസ്സിലായി വരുന്നത്? കേരളത്തിൽ ഇന്നൊരാൾ വന്ന് നിൽക്കുക എന്നിട്ട് പറയാ പിണറായി വിജയൻ എന്ന പേര് മാത്രമാണ്, അയാൾ മുഖ്യമന്ത്രി എന്നല്ല. മുഖ്യമന്ത്രി എന്നാണ് മറ്റേ അവനാണ് ഇവനാണ് എന്താ പറയാ? അതിനേക്കാളും നന്ദികേട് എന്താ? അയാളല്ലേ ഇവിടെ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് അയാളോട് ഇഷ്ടമല്ലെങ്കിൽ അത് അംഗീകരിച്ച സത്യല്ലേ? പാർട്ടി എന്തോവാ അത് സത്യല്ലേ? ഞാൻ BJP അല്ല, പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ശ്രീ നരേന്ദ്രമോദിയാന്ന് പറഞ്ഞാൽ അതിന്റെ സത്യല്ലേ? അയാളെ ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ തെറ്റല്ലേ? ഞാൻ അനുസരിക്കണമല്ലോ, എന്റെ പ്രധാനമന്ത്രിയല്ലേ. മനസ്സിലായി പറഞ്ഞത്? അയാൾ പ്രധാനമന്ത്രിയായ രാജ്യത്ത് ഇറക്കി നിൽക്കുക എന്നിട്ട് പറയാ എന്ത് പറയാ? അയാൾ പ്രധാനമന്ത്രി എന്നല്ല. ഇതെല്ലാം അക്രമമല്ലേ എന്നതുപോലെയാണ്. അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ, അള്ളാഹു സൃഷ്ടിച്ച വായു, അള്ളാഹു സൃഷ്ടിച്ച വെള്ളം, അള്ളാഹു നൽകിയ ഭക്ഷണം, അള്ളാഹു നൽകിയ ജീവൻ, ഒരു കുട്ടിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയെങ്കിൽ എങ്ങനെ ഓക്സിജൻ ഇല്ലാതെ മരിച്ചു എന്നെന്തിനാ പറയുന്നത്? ഓക്സിജൻ കിട്ടാനില്ല. രണ്ടാം കൊറോണ ബാധിച്ച് പലരും മരിച്ചു. ഓക്സിജൻ അങ്ങനെ ഓരോരുത്തർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ഇവിടെ ഉണ്ടാക്കിക്കൂടെ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇത് സത്യാന്ന് പറഞ്ഞ എന്ത് പ്രശ്നമുള്ളത്? അപ്പോൾ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഭാഷ മാറ്റിക്കോ, ഒരു പ്രശ്നമല്ല. സർവേശ്വരനായ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. ഇനി അള്ളാഹുവിന് പകരം വേറൊരു പേര് പറഞ്ഞ പ്രശ്നമില്ല. അത് സത്യത്തിന്റെ അടിസ്ഥാനമാണ്, അതതിന്റെ അടിസ്ഥാനമാണ്, അത് അംഗീകരിക്കണം. പിന്നെ അള്ളാഹു ഇറക്കിയ വേദങ്ങൾ അംഗീകരിക്കണം. ഒരുപാട് വേദം ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ അംഗീകരിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? അവന്റെ താല്പര്യം അത്രേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ മർമ്മം. പിന്നെ അവന്റെ കൽപ്പന പോലെ ജീവിക്കണം, അവന്റെ ശാസന അനുസരിച്ച് ജീവിക്കണം. എന്തൊക്കെ കാര്യം പാടില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കണം. ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ താല്പര്യമല്ല ഐഹിക ജീവിതത്തിൽ, അവരുടെ സർവേശ്വരനായ പടച്ചവന്റെ താല്പര്യം. അപ്പോൾ അവർ എന്തിനും കഴിയുന്ന പടച്ചവൻ ഒരു പ്രത്യേക ലോകത്തെത്തിയാൽ അവനെല്ലാം അവർക്കെല്ലാം ചെയ്തു കൊടുക്കൂലേ? കാരണം അവന്റെ ഇഷ്ടപ്പെട്ട ആളുകളല്ലേ. മനസ്സിലായി പറഞ്ഞത്? എന്ത് പ്രശ്നമുള്ളത്? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ ഒന്നും സങ്കല്പിക്കുകയും ബൈഡൻ, എല്ലാവരും അയാൾക്കെതിരെ പറയുന്ന സമയത്ത് കുറഞ്ഞ ആളുകൾ അയാൾക്ക് അനുകൂലം പറഞ്ഞു. അയാൾ നല്ല ആളാണ്, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്.
കൂടുന്നു. എങ്കിൽ എങ്ങനെ നമ്മൾ അമേരിക്കയിലെത്തിയാൽ അയാൾ നമുക്ക് വലിയ സൗകര്യം ചെയ്തു തരൂല്ലേ? അല്ലെങ്കിൽ അയാൾ എങ്ങനെ മാന്യനാവുക? ആ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മള് ഒരു ലോഡ്ജ് എന്ന രൂപത്തിൽ മുക്കത്ത് ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ചെറിയ ലോഡ്ജ് കണ്ടിട്ടുള്ളൂ. അയാളുടെ നാട്ടിലുള്ള ലോഡ്ജ് എന്തായിരിക്കും തരല്? അയാൾ ഉത്തരവാദിത്തല്ല. കാരണം നമ്മൾ അയാളെ പിന്തുണച്ചാണല്ലേ. എങ്കിൽ ഇതന്നെയല്ലേ അള്ളാഹും ചെയ്യാം. അള്ളാഹുവോട് കോടാനക്കോടി മനുഷ്യൻ നന്ദി കേട് കാണിക്കുമ്പോൾ കുറച്ചാളുകൾ നന്ദി കാണിക്കും. അവർക്ക് അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുക്കും. എന്ത് സൗകര്യം? മാല ഐൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരാൾക്കും മനസ്സിൽ പോലും രൂപപ്പെടാത്തത്. അതിനൊക്കെ കഴിയും. കാരണം അവൻ സർവേശ്വരനായ അല്ലാഹുവാണ്. കഴിയും. ഈ പ്രപഞ്ച ലോകങ്ങൾ മുഴുവനും അവന്റെ അനുഗ്രഹത്തിന്റെ 1% കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ബാക്കി 99% അവൻ പ്രാർത്ഥിച്ചതാണ് അവനെ അംഗീകരിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന്റെ വലിപ്പം എത്ര ഉണ്ടാകും അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാതിരിക്കൽ സ്വാഭാവികമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അമേരിക്കയിൽ പോയി ആ സുഖങ്ങളും സൗകര്യമൊക്കെ അനുഭവിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും കേരളത്തിൽ എത്തിയാൽ എങ്ങനെ ഉണ്ടായിരുന്നു അമേരിക്ക എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം അതൊക്കെ ഇപ്പോഴും ഒരു സ്വപ്നമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് ആയിരുന്നു വെച്ചാൽ അതൊക്കെ ഒരു സ്വപ്നമാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇവിടെ ഈ ഉദാഹരണത്തിന് ഈ ഉപമയ്ക്ക് ഇനിയൊരു ചില ദുർബലതകളുണ്ട്. എന്തുകൊണ്ട്? അമേരിക്കയിൽ പോയവൻ തിരിച്ച് കേരളത്തിലെത്താം, സ്വർഗത്തിൽ പോയവൻ തിരിച്ചു ദുനിയാവിലെത്തൂല. മനസ്സിലായി പറഞ്ഞത്? 1 2 രണ്ടാമത്തത്, ആ സൗകര്യങ്ങളെല്ലാം, ആ അമേരിക്കൻ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച ഒരാൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകാം. നമ്മളില്ലാതെ ഉള്ളൂ. എന്നാലോ അള്ളാഹുവിന്റെ ലോകത്തെ ആ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ഒരാൾ ഇന്ന് ഭൂമിയിലില്ല. അപ്പൊ അതിന് ഉപമപ്പെടുത്താൻ കഴിയില്ല. മനസ്സിലായ? ചിന്തിക്ക്. ഇതെന്ത് പ്രശ്നമുള്ളത്? ഈ സ്വർഗത്തെ എന്തിനാണ് പിന്നെ ചില ആളുകൾ നിഷേധിക്കുന്നത്? കുറുക്കന്റെ വാക്കാണ്. കുറുക്കൻ കുറച്ച് ചാടി നോക്കിയപ്പോൾ മെയ്യനങ്ങി ചാടുന്നത് കുറുക്കന് ഇഷ്ടമില്ല. അപ്പോൾ കുറുക്കൻ മുന്തിരി പുളിക്കുന്നു. അത് പുളിമുന്തിരി എന്നാണ്. പിന്നെ അതാ നല്ലത്. മനസ്സിലായില്ല? മെയ്യനങ്ങി ചാടിയാ മുന്തിരി കിട്ടും. അതിന് അങ്ങനെ മെയ്യനങ്ങി ചാടാൻ കുറുക്കന് താല്പര്യമില്ല. പിന്നെ കുറുക്കനോട് ഒരാൾ ചോദിക്കാൻ, നിനക്ക് മുന്തിരിയല്ലേ തിന്നൂടെ എന്ന് വെച്ചാൽ അതൊക്കെ പുളിയാടോ എന്ന് പറയില്ല നല്ലത്. എന്തുകൊണ്ട്? അത് മധുരമുന്തിരിയാണെങ്കിൽ പിന്നെ കുറുക്കൻ മോശക്കാരനായില്ലേ? അത് പുളിമുന്തിരിയാന്ന് പറഞ്ഞാൽ കുറുക്കൻ യോഗ്യനുമാണ്. എന്തേ? അത് പുളിമുന്തിരിയ. ഓ, അപ്പോ എന്താ ചാടാഞ്ഞത്? ഓ, എന്താ ചാടാഞ്ഞത്? ഞാൻ ചാടുകടോ, അതൊക്കെ തനിപ്പുളിയല്ലേ? അപ്പോൾ ഈ കുറുക്കന്റെ ചെയ്തി കണ്ടാൽ, ഈ വാക്ക് കേട്ടാൽ ചാടുന്നവർ വിഡ്ഢികളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സർവേശ്വരനായ അല്ലാഹുവിന് സാരല്ലേ? ഞാൻ ചില ആയത്തുകൾ കേൾപ്പിക്കാം. ചില ഏരിയ സൂറത്തു ദഹറിൽ നിന്നാണ് ഒരു ഏരിയ ഒന്ന് പരിചയപ്പെടുക. പിന്നെ അതിന്റെ വേറെ വേറെ ഭാഗങ്ങൾ നമ്മൾ പിന്നെ പരിചയപ്പെടും. നോടിച്ചൊന്ന് പരിചയപ്പെടും. അർത്ഥം അതിന്റെ ചെറിയ ചില വ്യാഖ്യാനങ്ങൾ ഞാൻ അങ്ങനെ കേൾപ്പിക്കും. എന്റെ കൂടെ ഓതണം. എന്റെ കൂടെ ഓതണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا
ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويطوف عليهم بلدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا عاليهم ثياب سندس خضر واستبرق وحلوا أساور من فضة وسقاهم ربهم شرابا طهورا إن هذا كان لكم جزاء وكان سعيكم مشكورا. ഓടിച്ചർത്ഥം പറഞ്ഞാൽ ചെറിയൊരു വ്യാഖ്യാനവും പിന്നെ വിശദീകരിക്കും. നാളെ മറ്റന്നാളൊക്കെ ചർച്ചകളുണ്ട്. ഒരു ഏരിയ ഇതിൽ ഓരോ ഭാഗങ്ങളും അതിഗൗരവമായി വിശദീകരിക്കേണ്ട ഏരിയകളാണ്. ഇന്നൊന്ന് പരിചയപ്പെടാം. മനസ്സിലായില്ലേ? ഏതാ സൂറത്ത്? ദഹ്ർ അല്ലെങ്കിൽ ഇൻസാൻ. ഇതിന് രണ്ട് പേരുണ്ട്. ഈ സൂറത്തിന് ദഹ്ർ എന്നും പേരുണ്ട്, ഇൻസാൻ എന്നും പേരുണ്ട്. എത്രാമത്തെ ആയത്ത് മുതലാണ് ഞാൻ ഓതിയത് മക്കളെ? 13ാമത്തെ ആയത്ത് മുതലാണ് ഞാൻ ഓതിയത്. 13ാമത്തെ ആയത്ത് മുതലാണ് ഞാൻ ഓതിയത്. 22ാമത്തെ ആയത്ത് വരെ. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. എന്താണ് ഈ പറയുന്നത്? മുത്തഖീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ രാജാക്കന്മാരെ പോലെ ചാരിയിരിക്കും. രാജാക്കന്മാരെ പോലെ ചാരിയിരിക്കും. കൊയങ്ങിയ ചാരലുണ്ട്, അങ്ങനെയല്ല. മനസ്സിലായില്ലേ? ഒരാൾ ബോധം കിട്ട ഒരാളെ തൽക്കാലം ബോധം നമ്മൾ വെള്ളം കൊടുത്ത് എണീപ്പിച്ച ലേശം ഒരാൾ ചാരിക്കോട്ടെ. ബസ് സ്റ്റാൻഡിൽ ഒരാൾ അങ്ങനെയൊക്കെ ഉണ്ട്, വെള്ളം കുറഞ്ഞു, അപ്പൊ ആ ബസ് സ്റ്റാൻഡിൽ ആ തൂണിനോടൊന്ന് ചാരിക്കോട്ടെ. അച്ചാരലല്ലത്. മനസ്സിലായില്ലേ? എന്തിന്റെ മുകളിലാണ് അവർ ചാരിയിരിക്കുക? മനോഹരമായ കട്ടിലുകൾക്ക് മേൽ, മുകളിൽ കൂടാരമുള്ള അതിമനോഹരമായ കട്ടിലുകൾക്ക് മേൽ. കട്ടിലുകൾ, ഇരിപ്പിടങ്ങൾ, അങ്ങനെയൊക്കെ അർത്ഥം വെക്കാം. മനസ്സിലായില്ലേ? അരീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിമനോഹരമായി അലങ്കരിച്ചിട്ടുള്ള മണവാളന്റെയും മണവാട്ടിയുടെയും കൂടാരങ്ങളുള്ള കട്ടിലുകൾ. മണവാളന് വേണ്ടിയും മണവാട്ടിക്ക് വേണ്ടിയും കൂടാരം വെച്ച് കട്ടിലുകൾ ചമയിക്കും. അതൊരു പ്രത്യേക ചമയിക്കലായിരിക്കും. ഇവിടുത്തെ ചമയിക്കലിനെ നമ്മൾ അത്ഭുതപ്പെടുത്തുമെങ്കിൽ സ്വർഗത്തിലെ ചമയം എങ്ങനെയായിരിക്കും? മനസ്സിലായോ പറഞ്ഞത്? അവർ രാജാക്കന്മാരെ പോലെ ചാരിയിരിക്കുന്നതാണ്. അതല്ലേ രാജാവ്? അതാ രാജാവ്. ശാന്തനായി ഇങ്ങനെ ഇരുന്നു രാജാവ്. അതിനർത്ഥം എന്താ? നാടാകെ കത്തിയാമരുകയും നാടാകെ ശത്രു പിടിച്ചിറക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ രാജാവ് ഇരിക്കുമോ? മനസ്സിലായില്ലേ? രാജാവ് ഇങ്ങനെ ശാന്തനായി ചാരിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? അത് അയാളുടെ രാജ്യത്തിന്റെ പ്രൗഢ്യ. ഇവിടെ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ പറഞ്ഞത്? റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചു എന്ന ഒരു പാഠമുണ്ട് പണ്ട്. റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചു എന്നാണ്. അത് തെറ്റാണ്. മനസ്സിലായോ? അങ്ങനെയല്ല ഇവരിയ്ക്കണ. ഇവർ വല്ലാത്തൊരു ഇരുത്താണ്. മുത്തഖീന എന്നൊക്കെ വിശദീകരണം പറഞ്ഞു. അവർ മനോഹരമായ കട്ടിലുകൾ മേൽ ചാരിയിരിക്കും. മനോഹരമായ ഇരിപ്പിടങ്ങളുടെ മേൽ ചാരിയിരിക്കും. നവോഠകൾക്ക് വേണ്ടി ചമയിച്ചതുപോലെയുള്ള അതിമനോഹരമായിരിക്കും അത്. മനസ്സിലായില്ലേ? അതിസുന്ദരികളായ നവോഠകൾക്ക് വേണ്ടി ചമയിച്ച അലങ്കൃതമായ കുടാരങ്ങളുള്ള കട്ടിലുകളുടെ മേൽ പോലെയുള്ള അതിസുന്ദരമായ ഇരിപ്പിടങ്ങളിൽ, സ്വർഗീയ ഇരിപ്പിടങ്ങളിൽ അവരങ്ങനെ ഇരിക്കും, ചാരിയിരിക്കും, സന്തോഷിച്ചിരിക്കും.
ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. ലാ യറൗന ഫീഹാ, അവർക്ക് അവിടെ അനുഭവപ്പെടുകയില്ല ശംസൻ, ചൂടോ, വലാ സംഹരീറാ, തണുപ്പോ. ചൂടുമില്ല, തണുപ്പില്ല, ചൂടില്ല, തണുപ്പില്ല. ഈ പരിപാടിയിൽ എനിക്ക് ചൂടുണ്ട്, അതങ്ങനെ വിയർക്കണ്. വിയർപ്പിന് വേണ്ടി വിയർപ്പ് തുടക്കാൻ 2 ടവല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? മുന്നിൽ ഫാനൊക്കെ ഇറങ്ങുന്നുണ്ട്, എന്നാലും വിയർപ്പുണ്ട്, ചൂടുണ്ട്. എന്നാൽ ലാ യറൗന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ അഭിമുഖീകരിക്കുകയില്ല ശംസൻ, ചൂടിനെയോ, വലാ സംഹരീറാ, തണുപ്പിനെയോ. രണ്ടിനെയും അവരനുഭവിക്കുകയില്ല. ഓടി ചർത്തം പറയാ, പിന്നെ വിശദീകരിക്കാം. അവരുടെ പാകത്തിന് അവർക്ക് മുകളിൽ തണലുകൾ ഉണ്ടായിരിക്കും. അവർക്ക് മുകളിൽ തണലുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തണലിന്റെ മരക്കൊമ്പ് കാരണം അവർക്ക് ശല്യം ഉണ്ടാകല്ല. അതുകൊണ്ടാണ് അലൈഹിം, അവർക്ക് മുകളിൽ. മിൻഹും എന്നല്ല അലൈഹിം എന്ന് പറയാനുള്ള കാരണം എന്ത്? ഇമാം ഖുശൈരി തങ്ങൾ അവിടെ പറയുന്നുണ്ട്, മിൻഹും എന്ന് പറയാതെ അലൈഹിം എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് മുകളിലാണ്. മനസ്സിലായില്ലേ? മരക്കൊമ്പുകൾ, ചിലപ്പോൾ മരക്കൊമ്പിൽ തണലുണ്ടാവും, പക്ഷെ ആ മരക്കൊമ്പുകൾ നമുക്ക് ശല്യമായിരിക്കും. നമ്മൾ തലക്ക് മുകളിൽ കിടക്കുകയാണെങ്കിൽ ഏറ്റവും മേലെയാണ് അവിടുത്തെ തണലുകൾ. അവർക്ക് മുകളിൽ അങ്ങനെ മനോഹരമായ തണലുകൾ ഉണ്ടായി. ഇവിടെ ഇതൊരു ലോകം, മനോഹരമായ തണലുകൾ, സൗകര്യങ്ങൾ എന്ന്. അവിടുത്തെ പഴക്കുലകൾ അവർക്ക് സൗകര്യപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെങ്ങനെയാണെങ്കിലും ആ പഴക്കുലകളെ അവർ അനുഭവിക്കും. അവർക്ക് എങ്ങനെയാണെങ്കിലും പിന്നെ വിശദീകരിക്കും. മനോഹരമായ പഴക്കുലകൾ ഉണ്ടാവും. പിന്നീട് നമ്മൾ അത് അറിയും. സ്വർഗത്തെ പഴങ്ങളെ കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. മനസ്സിലായ പറഞ്ഞത്? ആ പഴക്കുലകൾ അവർക്ക് ഇങ്ങനെ സൗകര്യപ്പെട്ട പഴക്കുലകളായിരിക്കും. പ്ലാവിന്റെ ഏറ്റവും വലിയ കൊമ്പിലാണ് ചക്ക കഴിച്ചത്. ഒരു കുഞ്ഞിന് പോലും അവിടെ കയറാൻ കഴിയില്ല, നിപുണന്മാർക്ക് വരെ എത്താൻ കഴിയില്ല. എങ്കിൽ പിന്നെ എന്താ കാര്യം? എന്നാൽ ആ പഴക്കുലകൾ അവർക്ക് സൗകര്യമാക്കി കൊടുക്കും. നിന്നാൽ നിന്ന്, ഇരുന്നാൽ ഇരുന്ന്, കിടന്നാൽ കിടന്ന്, അവർക്ക് എങ്ങനെയും അത് അനുഭവിക്കാൻ കഴിയും. അത്രയും അത് കൽപ്പിച്ചാൽ തന്നെ അവരിലേക്ക് വരും. മനസ്സിലായോ? അവരുടെ മനസ്സിൽ തോന്നിയാൽ പോലും ആ പഴക്കുലകൾ അവരെ സമീപിക്കും എന്ന് ഉത്സാഹം ശരിയായിരിക്കും. يطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا ويطاف عليهم അവരെ മേൽ ചുറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും بآنية من فضة, വെള്ളിപ്പാത്രങ്ങൾ, വഅക്വാബിൻ, കോപ്പകളും, കാനത്ത് ഖവാരീറ, അതിന്റെ മൃദുലതയിലും അതിന്റെ നേർമയിലും അത് സ്ഫടികം പോലെയുണ്ട്. മനസ്സിലായില്ലേ? അതിന് ഉദാഹരണം പറഞ്ഞുതരാൻ പറ്റാത്തൊരു സാധനമാണിത്. വെള്ളി ഒരിക്കലും സ്ഫടികമാവില്ല, പക്ഷേ സ്വർഗത്തിലെ വെള്ളി സ്ഫടികവുമാവും. സ്വർഗത്തിൽ മനോഹരമായ വെള്ളിയുടെ സ്ഫടികങ്ങൾ ഉണ്ടായിരിക്കും. സ്വർണ്ണം ഉണ്ടാവും. സ്വർണ്ണപാത്രങ്ങൾ ധാരാളമുണ്ട്, വെള്ളിപ്പാത്രങ്ങളുമുണ്ട്. അതിന്റെ മൃദുലതയിൽ, അതിന്റെ നേർമയിൽ, അതിന്റെ വിശുദ്ധിയിൽ, മനസ്സിലായില്ലേ? അതിന്റെ വിശുദ്ധിയിൽ അത് സ്ഫടികം പോലെയുണ്ട്. മാത്രമല്ല ഖവാരീറ മിൻ ഫിദ്ദ ഖദ്ദറുഹാ തഖ്ദീറാ, അവരുടെ പാകത്തിനനുസരിച്ച് ആ കോപ്പകൾ അവർക്ക് ലഭിക്കും. ഒരാൾക്ക് കോപ്പ കിട്ടി, പക്ഷേ അയാൾക്ക് കുറച്ച് കുടിച്ചാൽ മതി. വലിയ കോപ്പയും കിട്ടിയിട്ട് എന്താ കാര്യം? ഒരാൾക്ക് കൂടുതൽ കുടിക്കണമെന്നുണ്ട്, പക്ഷേ അയാൾക്ക് ചെറിയ കോപ്പ കിട്ടി, എന്താ കാര്യം? മനസ്സിലായി പറഞ്ഞത്? നമ്മൾക്ക് എന്താണോ ഉദ്ദേശം അതിനനുസരിച്ച് കോപ്പ. നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് കോപ്പ.
കുറച്ച് കുടിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോപ്പ. മനസ്സിലായോ? പറയേണ്ടി വരില്ല. എത്രയുള്ളത് കുടിക്കാൻ മാത്രമുണ്ട്. മനസ്സിലായോ? ആ സാധനം നമ്മൾക്കൊരു വലിയ ആനച്ചെമ്പ് തന്നിട്ട് എന്താ കാര്യം? ഈ ഇത്ര സാധനത്തിനാണോ ഈ ഇത്ര വലിയൊരു പാത്രം എനിക്ക് തന്നെന്ന് ആക്ഷേപിക്കൂലേ? മനസ്സിലായോ? അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് അതിന് പാകപ്പെടും. ഒരിക്കലും അവർക്ക് ബാക്കി എറിയേണ്ടി വരില്ല. ഒരിക്കലും അവർ മതിയായില്ലല്ലോ പിന്നെ ഒന്നും കൂടി ഒഴിക്കേണ്ടി വരില്ല. മനസ്സിലായില്ലേ? അതായത് അവരുടെ താല്പര്യം അതാണ് ഒരു ഭംഗിയും. ഒരു പാത്രത്തിനനുസരിച്ച് ആ പാത്രത്തിൽ സാധനങ്ങൾ ഉണ്ടാവുക, അതാണ് അതിന്റെ ഭംഗി. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? വീട്ടിൽ രണ്ടാൾ വന്നു. അപ്പോൾ അവർക്ക് ചായ എടുത്തു. ചായ എടുത്തപ്പോൾ അവർക്ക് എന്താ കടി കൊടുക്കുന്നത്? 4 ബിസ്ക്കറ്റ് ഉണ്ട്, മതി. അപ്പോഴാണ് സാധാരണ നമ്മളെ ആളുകളൊക്കെ വരുമ്പോൾ എടുക്കുന്ന വലിയൊരു പിഞ്ഞാണം എടുത്ത് ആ പിഞ്ഞാണം കൊണ്ടുവന്നപ്പോൾ ഉമ്മ ശകാരിച്ചു, ഇതെങ്ങനെയാ 4 ബിസ്ക്കറ്റ് കൊടുക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ വേഗം ചെറിയൊരു ബൗള് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ചെറിയ ബൗള് കൊണ്ടുവന്നു. ആ ബൗളിൽ 4 ബിസ്ക്കറ്റ് ഇട്ട് ഫിറ്റായി. അതാണ് നിലങ്കാരം. നേരെ മറിച്ച് ഇതേ 4 ബിസ്ക്കറ്റ് തന്നെ വലിയൊരു പിഞ്ഞാണം 4 ആൾക്ക് കഞ്ഞി കുടിക്കാൻ പറ്റിയൊരു പിഞ്ഞാണത്തിൽ 4 ബിസ്ക്കറ്റ് എടുത്ത് കൊണ്ടുവന്നാൽ അതിഥികളെ നിസ്സാരവൽക്കരിക്കലാണ്, അതിഥികളെ നിസ്സാരപ്പെടുത്തും. മനസ്സിലായോ? അവരുടെ അഭീഷ്ടം അനുസരിച്ചായിരിക്കും അതിന്റെ അളവ്. കൂടുതൽ വേണമെന്ന് തോന്നുമ്പോൾ കൂടുതലായി വലിയ കോപ്പയായിരിക്കും. കുറച്ച് മതി തോന്നുമ്പോൾ ചെറിയ ബൗൾ വരും. വെള്ളിയുടെ സ്ഫടികപാത്രങ്ങൾ, അതിനൊരു ഉപമയും ഉദാഹരണവും ഭൂമിയിൽ പറയാനോട്ട് കഴിയുകയില്ല. അത്രയും മനോഹരം. അതൊക്കെ ഒരു വല്ലാത്ത ലോകമായിരിക്കും എന്ന്. ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويسقون فيها അതിൽ അവർക്ക് മധു നിറഞ്ഞ ചഷകത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. നിറഞ്ഞ ചഷകത്തിനാണ് കെസ് എന്ന് പറയാ. കെസ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ പാത്രത്തിനാണ് കെസ് എന്ന് പറയാ. അതായത് കാലിയായ പാത്രത്തിന് കെസ് എന്ന് പറയില്ല. തിരിഞ്ഞിട്ടില്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. ഓരോന്നിനും ഓരോ വാക്കുണ്ട്. വസ്ത്രം എന്നതും ഉടയാടാന്ന് പറഞ്ഞതും 2 അർത്ഥത്തിലാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്ന് പറയുന്നതും ഉടയാട എന്ന് പറയുന്നതും 2 അർത്ഥത്തിലാണ്. വസ്ത്രം അണിഞ്ഞ വസ്ത്രത്തിനും അണിയാത്ത വസ്ത്രത്തിനും വസ്ത്രം എന്ന് പറയും. എന്നാൽ ഉടയാട എന്നത് അണിഞ്ഞ വസ്ത്രത്തിന് പറയും. മനസ്സിലായോ പറഞ്ഞത്? 2 ഭാഷ. അണിഞ്ഞാൽ അത് ഉടയാടയായി, അണിഞ്ഞില്ലെങ്കിൽ വസ്ത്രമായി. അണിഞ്ഞാൽ വസ്ത്രമാണ്, അണിഞ്ഞില്ലെങ്കിൽ വസ്ത്രമാണ്. എന്നാൽ ഉടയാടയാവുന്നത് എപ്പോഴാണ്? അണിയുമ്പോഴാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ ഓരോന്നിനുണ്ട്. സൗബ് ലിബാസ്, സൗബ് എപ്പോഴും പറയാം, ലിബാസ് എന്ന് അണിഞ്ഞാലേ പറയൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആണ് ഹുന്ന ലിബാസുല്ലക്കും ഹുന്ന സൗബുല്ലക്കും എന്ന് പറയാതെ ഹുന്ന ലിബാസുല്ലക്കും. അവർ നിങ്ങൾ അണിഞ്ഞ വസ്ത്രവും നിങ്ങൾ അവർ അണിഞ്ഞ വസ്ത്രവുമാണ്. അല്ലാതെ ഷോക്കേസിൽ വെച്ചല്ല. ഷോക്കേസിൽ വെച്ചത് ലിബാസല്ല, സൗബാണ്. പറഞ്ഞത് മനസ്സിലായോ? ഒരു സ്ഫടികപാത്രത്തിൽ ഒന്നുമില്ലെങ്കിൽ അതിന് കേസ് എന്ന് പറയില്ല. അതിന് ഇനാഉമ്മിൻ ഖറൂറ, അതൊരു സ്ഫടികപാത്രം എന്ന് പറയും. കേസാകണമെങ്കിൽ അതിൽ നിറഞ്ഞ ചഷകമായിരിക്കണം, സ്ഫടികമായിരിക്കണം, നിറഞ്ഞ സാധനം ഉണ്ടാകണം. അപ്പോഴേ എന്താകൂ? അപ്പോഴെന്താവും? കേസാവും. 2 കേസാകണമെങ്കിൽ ശുദ്ധമായ മദ്യം അതിൽ നിറയണം. എന്തോ ചെരൽക്കല്ല് വാരിട്ടതുകൊണ്ട് ഇത് കേസാവില്ല. ചഷകം എന്ന് പറയണമെങ്കിൽ അതെന്താവണം? അതിൽ നിറയണം. ചെരൽ നിറഞ്ഞാൽ മതിയോ? എന്ത് നിറയണം? ശുദ്ധമായ മധൂർന്ന പാനീയം. മനസ്സിലായില്ലേ? സ്വർഗത്തിലെ കള്ള്, ഒരിക്കലും മനുഷ്യനെ മത്തു പിടിപ്പിക്കാത്ത കള്ള്. ലദത്തിൽ ശരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ രസദായകമായ.
മനസ്സിലായി പറഞ്ഞത്? അൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശരിബീൻ. അപ്പോൾ നിങ്ങളോ യുസ്ഖൗന ഫിഹാ കഅസൻ കാന മിസാജുഹാ സൻജബീലാ ഐനം ഫിഹാ തുസമ്മാ സൽസബീലാ. മധുപൂർണ്ണ ചഷകങ്ങളിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. മിസാജുഹ, ആ മധുപൂർണ്ണ പാനീയങ്ങളിൽ കലർത്തിയത് എന്താണ്? സൻജബീല, ഇഞ്ചിയാണ്. ഐനൻ ഫിഹാ തുസമ്മാ സൽസബീലാ. ആ ഇഞ്ചി എന്ന, ആ ഇഞ്ചി കലർന്ന ആ മധുപൂർണ്ണ പാനീയം എന്താണ്? സൽസബീൽ എന്ന പുഴയായി അവിടെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറാ. ഇല്ലേ? പറ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കഫൂറാ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറാ. കർപ്പൂരം കലർന്ന മധുപാനീയം അതവിടെ ഒരു പുഴയായി ഒഴുകാണ്. ഇപ്പോൾ പറഞ്ഞതോ ഇഞ്ചി കലർന്ന മധുപാനീയം, അത് ആരെങ്കിലും തൽക്കാലം ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് കലർത്തല്ല. ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞിട്ട് കലക്കുന്നവരാണെങ്കിൽ അതിന് മാർക്കറ്റ് വില അനുസരിച്ച് മാറ്റണ്ട. എന്ത് ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ 1 കിലോ ഇഞ്ചിക്ക് 200 രൂപ കാലം വന്നിട്ടുണ്ട്. കുറച്ച് വീഴുള്ളൂ, ഭയങ്കര വില ഇഞ്ചിക്ക്. മനസ്സിലായില്ലേ? ഇഞ്ചി കൃഷിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അങ്ങനെയുള്ള നഷ്ടക്കാലം ഉണ്ടാവും. ആ സമയത്ത് ഇഞ്ചി വെറുതെ ചവറ് പോലെ കൊടുക്കും. അപ്പോൾ കൂടുതൽ കയറ്റി അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ലത്. ഇതൊരാൾ ഇഞ്ചി കുത്തിപ്പിഴിയുകയല്ല, ഇഞ്ചി കലർന്ന ഒരു പാനീയം ഒഴുകണം, ഒരു പുഴ. ഇഞ്ചിക്കും കർപ്പൂരത്തിനും വ്യത്യാസമുണ്ട്. കർപ്പൂരം പച്ചവെള്ളത്തിലാണ് കലർത്തുക, ഇഞ്ചി ചൂടുവെള്ളത്തിലാണ് കലർത്തുക. മനസ്സിലായില്ലേ? വെള്ളമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മദ്യമാണ്, ശുദ്ധമായ മദ്യം. അറബികൾ മദ്യം കഴിക്കുമ്പോൾ ചിലപ്പോൾ കർപ്പൂരം കൂട്ടും, ചിലപ്പോൾ ഇഞ്ചി കൂട്ടും. തണുത്ത മദ്യമാണെങ്കിൽ അവർ കർപ്പൂരം കൂട്ടും, ചൂടുള്ള മദ്യമാണെങ്കിൽ ഇഞ്ചി കൂട്ടും. അപ്പൊ രണ്ടും 2 തരം അരുവിയാണ്. ഒരു ഇത് തണുത്ത അരുവിയാണ്, ഒന്നോ ചൂടുള്ള അരുവിയാണ്. നിങ്ങളിന്റെ കൂടെ ഇല്ല, രണ്ടും തിരിച്ചു ചെയ്യൂല അവര്. ഇത് വെള്ളമല്ല, ഇത് കേസാണ്, ശുദ്ധമായ മദ്യം. ആ മദ്യത്തിലാണ് ഇവിടെ കലർത്തുന്നത്. അതായത് ശുദ്ധമായ മദ്യം തന്നെ. കർപ്പൂരം കലർന്ന അരുവിയുമുണ്ട്, പിന്നെയോ ഇഞ്ചി കലർന്ന അരുവിയുമുണ്ട്. അത് പുറത്തുനിന്ന് ഒരാൾ കലർത്തല്ല, അപ്പോൾ പിന്നെ അതിന്റെ ചേരുവ വ്യത്യാസപ്പെടും. ഇന്നലെ നല്ല രസത്തിൽ കുടിച്ചു പോയിട്ട് ഇന്ന് വീണ്ടും വന്നപ്പോഴോ ഇന്ന് ചേരുവ ക്ലിയർ ആയിട്ടില്ല. ഒന്നിരിക്കൽ പണ്ടാരി മാറി, അല്ലെങ്കിലോ പണ്ടാരി ആയെന്നെ, പക്ഷെ ഇന്നലത്തെ കൈപ്പുണ്യം ഒന്നും എത്തിയിട്ടില്ല. ഒരു ഹോട്ടലിൽ നമ്മളൊരു ബിരിയാണി കഴിച്ചപ്പോൾ നമുക്ക് വലിയ റായത്ത് തോന്നി. പിറ്റേന്ന് വീണ്ടും അവിടെ ചെന്നപ്പോൾ രസം കിട്ടില്ല. എന്തുകൊണ്ട്? ഇന്നലത്തെ പണ്ടാരി അല്ല ഇന്ന്. അല്ലെങ്കിലോ ഇന്നലത്തെ പണ്ടാരി തന്നെ, പക്ഷെ ഇന്നയൊക്കെ കൈപ്പഴ പറ്റി. ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഇതൊരാൾ കലർത്തല്ല, അത് അങ്ങനത്തെ ഒരു വെള്ളം, നല്ല ചൂടുള്ള അരുവി. ആ ചൂടുള്ള അരുവിയിൽ ഇങ്ങനെ മനോഹരമായി എന്തുണ്ട്? അതിന്റെ കലർപ്പാണ്. ആ മധുചഷകത്തിൽ മധുമായ ശുദ്ധമായ മദ്യം, ചൂടുള്ള മദ്യമാണ് ഒഴുകണ തന്നെ. മനസ്സിലായില്ലേ? എന്തായിരിക്കും എന്റെ രസം? എന്താ മനസ്സിലായോ? അള്ളാഹു അതൊക്കെ കുടിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരു ആക്കലും നീങ്ങൂല, വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അല്ലോ പറയാനൊന്നും കഴിയൂല. എന്താണ് അതിൻ്റെയൊക്കെ ഒരു കാര്യം? പറയാൻ കഴിയൂല, അത് പറയാൻ കഴിയും. ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا. ഇനി അവിടെ വിശദീകരണം വരുന്നുണ്ട്. ويطوف عليهم بلدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا. ويطوف عليهم, അവരെ മേൽ ചുറ്റിയടിച്ചുകൊണ്ടേയിരിക്കും. ബിൽദാൻ മുഖല്ലദൂൻ, ശാശ്വത ബാലിക ബാലന്മാർ. വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വലുത് എന്ന് പറയും. ഗുലാം ആൺകുട്ടിക്ക് പറയൂ,
ഗിൽമാനല്ല, ഗിൽമാൻ മുഖല്ലദൂനല്ല, ബിൽദാൻ മുഖല്ലദൂനാണ്. മനസ്സിലായ പറഞ്ഞത്? കുട്ടികൾക്ക് മൊത്തം ബിൽദാൻ എന്ന് പറയും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. മനസ്സിലായില്ലേ? പെൺകുട്ടിക്ക് ജാരിയത്ത് എന്ന് പറയും, ബിന്തല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ചില ആളുകൾ അന്തല്ലാതെ പറയും വലതിന്റെ എതിർ ലിംഗമാണ് എന്ത് ബിന്ത്. ബിന്ത് എന്നത് പെൺകുട്ടിക്ക് പറയണമെങ്കിൽ ഒരാളിലേക്ക് ചേർത്തിയ പറയണം ഇന്നയാളെ ബിന്ത്. പെൺകുട്ടിക്ക് പൊതുവെ ജാരിയത്ത് എന്ന് പറയും. ബിന്ത് എന്ന് പറയണമെങ്കിൽ ഒരാളിലേക്ക് ചേർക്കണം. പെൺകുട്ടി എന്ന് പറയണമെങ്കിൽ ആരിലേക്ക് ചേർക്കേണ്ട ജാരിയത്ത് ഇറങ്ങി. വലതോ വലത് ആൺകുട്ടിയാവും പെൺകുട്ടിയാവും. ഗുലാം ആൺകുട്ടിയെ ആകൂ. മനസ്സിലായില്ലേ? ഞാനിവിടെ വിൽദാന് ഞാൻ ബാലികാ ബാലന്മാർ എന്നർത്ഥം പറയാൻ കാരണം വിൽദാനാണ്, ഗിൽമാനല്ല. അവരുടെ മേൽ ചുറ്റി അടിച്ചുകൊണ്ടേയിരിക്കും. ശാശ്വത ബാലികാ ബാലന്മാർ. അവർ ശാശ്വതരായി ബാലികാ ബാലന്മാരാണ്. എന്നും ബാലന്മാർ എന്നും ബാലികമാർ. മനസ്സിലായില്ലേ? നിത്യബാല ശ്രേഷ്ഠത്വം എന്നും ബാലികാ ബാലന്മാർ എന്നും എന്നും. മനസ്സിലായില്ലേ? എത്ര കാലം കഴിഞ്ഞാലും ഒരു ബാലികാ ബാലന്മാരാണ്. എത്ര കാലം കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കണ്ടപ്പോ നമുക്ക് നല്ല കൊടി തോന്നി, നല്ല സന്തോഷം, നല്ല ചുരുക്കുള്ള മോന്. പിന്നെ നമ്മൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ മമ്മദ് ഖാനോട് ചോദിച്ചു, മമ്മദ് ഖാ നിങ്ങളൊരു മോനുണ്ടായിരുന്നു നല്ല ചുരുക്കുള്ള. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൻ ഏത് മോനെ പറ്റി പറയുന്നത്? എന്തോ ഒരു ഞാൻ 10 കൊല്ലം മുമ്പ് വന്നപ്പോൾ നിങ്ങളെ മോനുണ്ടല്ലോ, നിങ്ങളെ കുഞ്ഞവറാന്ന് പറയുന്ന ആ മോനിവിടെ കണ്ടല്ലോ. ആ കുഞ്ഞവറാനേന്ന് വിളിച്ച് കുഞ്ഞവറാൻ വന്ന്. കുഞ്ഞവറാൻ വന്നപ്പോഴുള്ള കോലം എന്താണെന്നറിയാം, കുറച്ച് പുഴുപ്പല്ലായിട്ടുണ്ട്. മനസ്സിലായില്ല? അവിടെ ഇവിടെയൊക്കെ താടി രോമം മുളച്ചിട്ടുണ്ട്. എന്നാ മര്യാദക്കായിട്ടില്ല. തലമുടിയൊക്കെ കുറച്ച് ഉറുമ്പ് നിന്ന് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു പ്രത്യേകമായ കോലം, ഒരു വികൃതമായ കോലം, നെഞ്ചൊക്കെ അങ്ങോട്ട് ഉന്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പള്ളക്കാട്ടെ ഇഷ്ടം പോലെ തിന്നത് കൊണ്ട് പള്ളയൊക്കെ ഒരു കോലം, ഒരു കുടം പോലെ വെച്ചതുണ്ട്. എങ്കിൽ പിന്നെ അയാൾക്ക് നല്ലത് രണ്ടാമത്തെ തവണ കാണാതിരിക്കലായിരുന്നു. എന്തുകൊണ്ട്? ആ പഴയ ആ സൗന്ദര്യ ബോധത്തിൽ അങ്ങനെ പോകായിരുന്നു. എന്ന ഒരു ആപ്തവാക്യുണ്ട്. മുആയിദിയെ കാണുന്നതിനേക്കാൾ നല്ലത് കേൾക്കലാണ്. മുആയിദി എന്നൊരു കവി ഉണ്ടായിരുന്നു പണ്ട്, ഭയങ്കര കവിയാ. അപ്പൊ എന്തേന് മുആയിദിയുടെ ഒരു കവിതാസ്വാദകനായ ഭയങ്കര ഇഷ്ടക്കാരൻ ഒരിക്കൽ മുആയിദിയെ കാണാൻ വന്നു. അപ്പോൾ ഒരു സത്രത്തിൽ ഇങ്ങനെ ഒരു സത്രത്തിൽ ശീശമൊക്കെ വലിച്ച് ഒരു കോലം ഇല്ലാത്ത കോലത്തിൽ മുടിയും തലമുടിയൊന്നും വരാതെ വസ്ത്രം അലക്കാത്ത ഒരാളാണ് ആര്? മുആയിദി. ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെ മുആയിദിയുടെ നാട്ടിൽ വന്ന് സത്രത്തിൽ അന്വേഷിച്ച് മുആയിദി എന്നൊരു മഹാകവി ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ആ സത്രത്തിൽ ആൾ കാണിച്ചു കൊടുത്തു, ഓൻ തന്നെയാണ്. അതോടുകൂടെ ഉള്ള ഇമ്പൊക്കെ പോയി. എന്തുകൊണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞതാണ് മുആയിദിയെ കാണുന്നതിനേക്കാൾ നല്ലത് കേൾക്കല. മനസ്സിലായില്ലേ? എന്നതുപോലെ ബാലികാബാലന്മാര്, ചില ബാലികാബാലന്മാരെ 10 കൊല്ലം കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. ഇതങ്ങനെയല്ല, ഇത് ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാലും ശാശ്വത ബാലികമാരും ശാശ്വത ബാലന്മാരുമാണ്. ഒരു സൗന്ദര്യ. അവരെ നീ എങ്ങാനും കണ്ടുപോയാൽ നീ ധരിക്കുക അവർ വിതറപ്പെട്ട രത്നങ്ങളാണ്, വിതറപ്പെട്ട മുത്തുകളാണ് എന്നാണ്. അതിമനോഹരമായ ഭംഗി, ഒരു ഭംഗിയാണ്. വിതറപ്പെട്ട രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രത്നത്തിന്റെ ആധിക്യമാണ്, ഒന്ന് രത്നത്തിന്റെ ഭംഗിയാണ്. വിതറപ്പെട്ട രത്നം എന്ന് പറഞ്ഞാൽ 1 രത്നത്തിനോ 2 രത്നത്തിനോ 3 രത്നത്തിനോ വിതറപ്പെട്ട രത്നം എന്നറിയില്ല. അത് അതിന് മാത്രം ഉണ്ടാവണം. മനസ്സിലായില്ലേ? പിന്നീട് ഞാൻ തഫ്സീർ വായിക്കാം. അതാണ് ഇനി അടുത്ത ആയത്താണ് നമ്മുടെ മർമ്മം. وإذا رأيت ثم رأيت نعيما وملكا كبيرا. وإذا رأيت നീ അവിടെ കണ്ടു കഴിഞ്ഞാൽ, റഅയ്ത നീ അവിടെ കാണും, റഅയ്ത ثم അവിടെ നീ കാണും നഈമൻ മഹാ അനുഗ്രഹങ്ങളെ. പിന്നെ എന്തിനേയും വമുൽക്കൻ കബീറ മഹാ ചക്രവർത്തി സ്ഥാനത്തെയും. മുൽക്ക് അധികാരം, മുൽക്കുൻ കബീർ. രാജസ്ഥാനത്തിന് മുൽക്ക് എന്ന് പറയും. മുൽക്കുൻ കബീർ എന്നാൽ ചക്രവർത്തി സ്ഥാനം, ഭയങ്കര അധികാരം.
ഒരുപാട് മഹാരാജ്യങ്ങൾ കൈവശം വെക്കുന്ന ആളെയാണ് ചക്രവർത്തി എന്ന് പറയുക. ഒരുപാട് ഏരിയ കൈവശം വെക്കുന്ന ആളെ എന്ത് പറയും? ചക്രവർത്തി എന്ന് പറയാ, മഹാരാജാവ് എന്നും പറയാ. നമ്മളെ നാട്ടിൽ ചെറിയ നാട്ടുരാജാക്കന്മാർ തന്നെ മഹാരാജാക്കന്മാർ എന്ന് പറഞ്ഞിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ്. തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിയേക്കുന്ന സ്ഥലമാണ്, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് മഹാരാജാവ് എന്നറിയാം. എന്റെ പറഞ്ഞുണ്ടാക്കിയ മാറ്റമാണ്. കാരണം തിരുവിതാംകൂർ മഹാരാജാവ് തിരുവിതാംകൂർ വാഴുന്ന സമയത്ത് ഇവിടെ സമൂതിരി കോഴിക്കോട്ടുണ്ട്. ആകെ കേരളം ഇത്രയേ ഉള്ളൂ. പിന്നെ തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയണമെങ്കിൽ അത് ഭംഗി കൂട്ടിയതാണ്. മനസ്സിലായില്ലേ? ഇതങ്ങനെയല്ല. വലിയ രാജാധികാരം, വലിയ ഏരിയ. എത്രയായിരിക്കും പിന്നീട് തഫ്സീർ വായിക്കും. ഇപ്പൊ ഞാൻ ആയത്തിന്റെ അർത്ഥം ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഒരു ലോകം. നീ അവിടെ എത്തിയാൽ, നീ എത്ര താഴെപ്പടിയുള്ള ആളാണെങ്കിൽ പോലും, സ്വർഗത്തിലെ അവസാനം എത്തിയ ആൾ പോലും ചക്രവർത്തി. അത്ര ഏരിയ. ഈ ഭൂമിയൊന്നുമല്ല. പിന്നെ ആൾ എന്താ പറയാ, ഭൂമിയെ പല കണ്ടം വെച്ചിട്ട് അവരൊക്കെ നമ്മൾ ചക്രവർത്തിമാരെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ ഈ ഭൂമിയുടെ 10 അത്രയാണ് അവസാനത്തെ ആൾ കൈവശം വെക്കുക. അപ്പൊ അയാൾ എന്താ പറയാ? ലഹു മിസ്ലു ദുനിയ വഅശ്റത്തു അംസലിഹാ ആഖിറു അഹ്ലി നാരി ഖുറൂജൻ വആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂലൻ. നരകത്തിൽ നിന്ന് അവസാനം പുറത്തിറങ്ങി വന്ന് സ്വർഗത്തിലെ അവസാനം പ്രവേശിച്ച ആൾക്ക് ഈ ഭൂമിയുടെ 10 അത്ര സമ്പത്തുണ്ടാവും. തളർന്നു വന്നു. മനസ്സിലായില്ലേ? അയാൾ അള്ളാഹുവോട് പറയും, പഠിച്ചവനെ സ്വർഗത്തിലാക്കുമ്പോൾ അയാൾ പറയും പൊയ്ക്കോന്ന് പറയുമ്പോൾ നിനക്ക് എന്താ വേണ്ടത് പറഞ്ഞോളെന്ന് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ എന്ത് പറയുന്നത്, മറ്റവരൊക്കെ അവരുടേതാക്കിയില്ലേ, ഞാൻ ഇപ്പോൾ കുറെ കാലം നരകത്ത് കിടന്നപ്പോഴത്തിന് ആദ്യം മന്ദിരമൊക്കെ സ്വർഗം. അപ്പോൾ അള്ളാഹു പറയും, ഞാൻ ഈ നീ താമസിച്ചിരുന്ന, നീ പാർത്തിരുന്ന ദുനിയാവായ ലോകം ഉണ്ടല്ലോ, ഭൗമമണ്ഡലം, അതിൻ്റെ അത്ര ഞാൻ നിനക്ക് തന്നാൽ മതിയില്ലേ? അപ്പോൾ പറഞ്ഞു, മഹാദാ അസിയദ് യാ റബ്ബി, അതൊക്കെ കുറച്ചേറെയല്ലേ, അത്രയൊന്നും വേണ്ട. അല്ലാഹു പറയും, ലക മിസ്ലു ദുനിയാ വഅശ്റത്തു അംസാലിഹാ. നരകം അടച്ചു, ഇനി ഒരാൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കൂല. ലാസ്റ്റ് ആണ്. അയാളെ കഴുത്തിൽ ഒരു അടയാളം ഉണ്ടാവും. അയാൾ നരകവാസിയായിട്ട് പിന്നെ കയറി വന്നത്. മനസ്സിലായില്ലേ? നരകവാസിയായി പിന്നെ കയറി വന്നതാ. ഓരോന്നിനും ഉണ്ടാവുമല്ലോ, ഓരോന്നും അതിന്റെ കാലത്തില്ലേ. മനസ്സിലായോ? അയാൾക്ക് പോലും അപ്പോൾ പിന്നെ അയാൾ ചക്രവർത്തി എന്ന് പറഞ്ഞ പോലല്ലോ, ചക്രവർത്തി എന്ന് പറഞ്ഞത്. അവിടെയൊക്കെ അയാൾക്ക് ലക്ഷോപലക്ഷം ഖദീമികൾ ഉണ്ടാവും. ഞാൻ പറയാം, ലക്ഷോപലക്ഷം ഖദീമികൾ ഉണ്ടാവും. ആർക്ക്? ഏറ്റവും താഴാം ക്ലാസ്സിന് പോലും. അപ്പൊ പിന്നെ മേലുള്ള ആളവസ്ഥ എന്തായിരിക്കും? സെർവൻസ്. മനസ്സിലായില്ലേ? സെർവന്റ് എന്തിനാ? ഇയാൾക്ക് കഴിയാത്തോണ്ടല്ല. 2 നിലക്ക് സെർവന്റ് ഉണ്ടോ? വാപ്പാക്ക് വയ്യ, അപ്പൊ ഒരാൾ മുക്കി കൊടുത്തു കഞ്ഞി, അതൊരു സെർവന്റാണ്, നിർബന്ധ. അവിടെ സേവനം നിർബന്ധ. നേരെ മറിച്ചോ, ഭർത്താവിന് കഴിയും, പക്ഷേ ഭാര്യ ഉരുളുരുട്ടി ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കും. അതയാളെ പ്രൗഢിയ. നിങ്ങളിന്റെ കൂടെ അല്ലല്ലോ പഠിച്ചാണ്. മനസ്സിലായോ പറഞ്ഞത്? ബാപ്പാക്ക് വയ്യ, അപ്പൊ മക്കൾ വാരിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരാള് വാരിക്കൊടുത്തു. അതെന്താണ്? അത് അനിവാര്യമാണ്. നേരെ മറിച്ചോ, ഭാര്യക്ക് കഴിയും, ഇത്ര പോന്ന ഒരു മഗ്ഗാണ്, ആ മഗ്ഗിലാണ് ഫാലൂദ ഉള്ളത്, അതിനെ എടുത്തു കുടിക്കാൻ അവൾക്ക് കഴിയും. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്ത്? ഭർത്താവ് ആ ചഷകം ഇങ്ങനെ കൈ പിടിച്ചു, ആ പളങ്കിന്റെ മനോഹരമായ പാത്രം കൈ പിടിച്ച് അതിന് ചെറിയ സ്പൂൺ കൊണ്ട് അവളെ ചുണ്ടിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അത് അവളെ അഭിമാനാണ്. ചിലപ്പോൾ അവളെ ഫോട്ടോ എടുക്കാൻ ഒരാളെ കിട്ടിയാൽ എടുപ്പിക്കും. അവളെ ബാപ്പ കഴിച്ചു കൊടുക്കും, അവളെ അമ്മ കഴിച്ചു കൊടുക്കും, അവളെ കൂട്ടുകാരിക്ക് എന്താണ് കഴിച്ചു കൊടുക്കും. ഇതാ ഞാൻ എൻ്റെ പുതിയാപ്പള, എൻ്റെ സെർവൻ്റാണ്. മനസ്സിലായോ? നേരെ മറിച്ച് അവൾ തളർന്ന് കൊറോണ ബാധിച്ച് കിടക്കുന്ന സമയത്ത് കഞ്ഞി മുക്കി കൊടുത്താൽ ഫോട്ടോ എടുക്കാൻ വയ്ക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? ഇത് രണ്ടവസ്ഥയാണ്. സ്വർഗവാസികൾക്ക് ലക്ഷോപലക്ഷം സർവന്റുകൾ ഉണ്ടാവും. അത് അവരുടെ അനിവാര്യതയല്ല, പകരം അവരുടെ ചക്രവർത്തി സ്ഥാനമാണ്, അവരുടെ പ്രൗഢിയ. അല്പത്തരം അങ്ങനെ
ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. ചിന്തിക്ക്, പറയാ. وإذا رأيت ثم رأيت نعيما وملكا كبيرا أعليهم ثياب سندس خضر. ചിലപ്പോൾ അവർ നേരിയ പച്ചപ്പട്ടുകൾ ധരിക്കും, ചിലപ്പോൾ നേരിയ പച്ചപ്പട്ടുകൾ ധരിക്കും. ചിലപ്പോൾ അവർ ചുവന്ന കട്ടിപ്പട്ടുകൾ ധരിക്കും, ചിലപ്പോഴോ കട്ടിപ്പട്ടിന് മുകളിൽ ചുവന്ന പച്ചപ്പട്ടും ധരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഉണ്ടാവും. ചില വസ്ത്രത്തിന്റെ മേൽ നേരിയ പച്ചപ്പട്ട് ധരിക്കുക, ഒക്കെ അലങ്കാരാണ്. അങ്ങനെ അടിച്ചു നടക്കും. മനസ്സിലായോ പറഞ്ഞത്? ശരിയാവൂല. മനോഹരമായ പവിഴങ്ങളും മുത്തുകളും വെള്ളിയുമാണ് ചരൽക്കല്ല്, പിന്നെ എങ്ങനെ ചെളിയാണ്? കുണ്ടുകുഴി ഉണ്ടാവില്ല. നമ്മൾ മൂത്തേടത്തുനിന്ന് വണ്ടി കയറിയിട്ട് പവിഴെത്തുമ്പോഴത്തിന് ഒന്നും കൂടി കഴിക്കണം. എന്തുകൊണ്ട്? വന്നത് ആചാര്യ റൂട്ടിലാണ്. നേരെ മറിച്ച് ഇവിടെ ഒരിക്കലും വൃത്തിയിടാവൂല. കാരണം എന്തുകൊണ്ട്? ചരൽക്കല്ല് ഒന്നിരിക്കൽ വെള്ളിയാണ്, അല്ലെങ്കിൽ പവിഴമാണ്, അല്ലെങ്കിൽ രത്നമാണ്, അല്ലെങ്കിൽ മരതകമാണ്, അല്ലെങ്കിൽ പുഷ്യരാഗമാണ്. അങ്ങനെ കിടക്കും. അതിലും കൂടെ ഇയാള് അടിച്ചങ്ങനെ. ഇവിടെ അടിച്ചു നടക്കുന്നവർക്ക് ഇവിടെ അടിച്ചു നടക്കാൻ കഴിയില്ല. ഇവിടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം അടിച്ചു നടക്കുന്നവർക്ക് അവിടെ എത്താൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവിടെയോ അതൊക്കെ സ്വർഗത്തിന്റെ പ്രൗഢിയാണ്. ഇവിടെ കള്ളുടിച്ചവർക്ക് അവിടെ കള്ളിന്റെ അവസ്ഥയിലേക്ക് എത്താൻ കഴിയില്ല. മനസ്സിലായ പറഞ്ഞത്? ചിന്തിക്കണം.